വീണാപാണി മംഗളകാരി പന്നഗവേണി ശ്രീധരി വാണി സുമധുരഗാനവിലോലേ മധുര മധുര സുമഗാനവിലോലേ പ്രേമസ്വരൂപിണി മാമകജനനി പ്രേമസ്വരൂപിണി മാമകജനനി വീണാപാണി മംഗളകാരി പന്നഗവേണി ശ്രീധരി സുന്ദര സുമഹിത മംഗളദായികേ വന്ദിത മൃദു ചരണാംബുജലസിതേ ഇന്ദുവദന ഹസിതാഭൽമുഴുകാൻ ഇന്നു തുണയ്ക്കുക മാമകജനനി ഇന്നു തുണയ്ക്കുക മാമകജനനി വീണാപാണി മംഗളകാരി പന്നഗവേണി ശ്രീധരി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സർവം കൃഷ്ണാർപ്പണമസ്തു. കാലടിയിൽ 11 വർഷമായി അയ്യപ്പ ഭക്തർക്കായി അന്നദാനം നടത്തി വരുന്ന ഒരു കൂട്ടായ്മ ജഗദ്ഗുരു ആദിശങ്കര അദ്വൈത പ്രതിഷ്ഠ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ട്രസ്റ്റിൻ്റെ പ്രവർത്തനോദ്ഘാടനമാണ് ഇന്ന് നടത്തപ്പെടുന്നത്. ആ ട്രസ്റ്റുമായി സഹകരിച്ച് ശ്രീരംഗം സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ശങ്കരാചാര്യ കൃതികളുടെ ഒരു പ്രചരണം വിവിധ കലാരൂപങ്ങളിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ശ്രീ മനോജ് പുല്ലൂർ എഴുതിയ കലാമണ്ഡലം സാജൻ ചിട്ടപ്പെടുത്തിയ സൗന്ദര്യലഹരി എന്ന ആട്ടക്കഥ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കടമ. ആദ്യമായി അഖില ഭാരതീയ സൻസമിതിയുടെ സെക്രട്ടറിയും ആദിശങ്കര അദ്വൈത അഖാഡയുടെ പ്രസിഡന്റുമായ ശ്രീ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്വാമികളെ ഈ വേദിയിലേക്ക് ട്രസ്റ്റിൻ്റെ പേരിലും ശ്രീരംഗത്തിൻ്റെ പേരിലും സഹർഷം സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകനാണ്, എത്തിച്ചേരുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കഥകളി അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന കലാമണ്ഡലം സാജൻ മാഷും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ വേദിയിലേക്ക് സഹർഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി
പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സദസ്സിലെ മഹത് വ്യക്തികളെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. വേദിയിലിരിക്കുന്ന ആദരണീയനായ ശ്രീ പ്രഭാനന്ദ സ്വാമി, പ്രഭാനന്ദ സരസ്വതി മഹാരാജ് അവർ, ബഹുമാനപ്പെട്ട നമ്മുടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അങ്കമാലി MLA ശ്രീ റോജി എം ജോൺ അവർ, മറ്റ് സന്യാസി സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ ജഗദ്ഗുരു ആദിശങ്കര അദ്വൈത പ്രതിഷ്ഠാൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിൻ്റെ പ്രവർത്തനോദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷങ്ങളോളമായി ട്രസ്റ്റ് സ്ഥാപിതമാകുന്നതിന് മുൻപ് ശബരിമല തീർത്ഥാടകർക്കായിട്ട് കാലടി പഞ്ചായത്ത് അയ്യപ്പ ശരണകേന്ദ്രത്തിൽ മണ്ഡലകാലം 41 വരെ എല്ലാ ശനിയാഴ്ചകളിലും വിശ്വഹിന്ദു പരിഷത്തിന്റെ ലേബലിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വ്യക്തികളുടെയും സഹായത്തോടെയും സാന്നിധ്യത്തോടെയും അന്നദാനം നടന്നു വന്നിരുന്നു. കൂടാതെ ശങ്കരജയന്തിക്കും മറ്റു കാലടിയിലെ ഏത് ആഘോഷത്തിനും ലഘുഭക്ഷണവും ചുക്കാപ്പി, സംഭാരം, അങ്ങനെ പാനീയങ്ങളും നമ്മൾ നൽകി വന്നിരുന്നു. നമ്മുടെ പുതിയതായിട്ട് രൂപീകരിച്ച ട്രസ്റ്റിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനും സാമൂഹിക രംഗത്തും കലാരംഗത്തും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നു. അതിനായി കഴിവും സാമർഥ്യവുമുള്ള വ്യക്തികളെ നമ്മൾ ട്രസ്റ്റിൽ ഉൾപ്പെടുത്തി കാലടിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ട്രസ്റ്റ് ആഗ്രഹിക്കുന്നു. എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ MLA വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മഹാമണ്ഡലേശ്വർ ശ്രീ പ്രഭാനന്ദ സരസ്വതി സ്വാമികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഹര ശങ്കര, ജയ ജയശങ്കര. എല്ലാവരും കൈ തൊഴുത് പിടിക്കുക. കേരളക്കരയിൽ ഓരോ മലയാളിക്കും
അഭിമാനം കൊണ്ട് തുള്ളിച്ചാടാവുന്ന, ലോകം മുഴുവൻ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പേരിൽ ഗൗഡപാദ ആചാര്യർ തയ്യാറാക്കിയതായ അദ്വൈത സിദ്ധാന്തത്തെ ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും അഥർവവേദത്തിൻ്റെയും മഹാവാക്യങ്ങളെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന വേദവാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്ന കണക്കിൽ നേർരേഖകൾ വരച്ചാൽ ഒരേ ഡിസ്റ്റൻസിൽ കിഴക്ക് ഒറീസ സംസ്ഥാനത്തിൽ ജഗന്നാഥപുരി എന്ന കേന്ദ്രത്തിൽ ഋഗ്വേദത്തെ അടിസ്ഥാനമാക്കി, തെക്ക് കർണാടക സംസ്ഥാനത്തിൽ ശൃംഗഗിരി എന്ന പീഠം യജുർവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മണ്ഡലമിശ്രനെ സന്യാസിയാക്കി സുരേശ്വരാചാര്യ സ്വാമികളാക്കി ശാരദാപീഠം സ്ഥാപിക്കുകയും കർമ്മകാണ്ഡിയായിരുന്ന മണ്ഡലമിശ്രനെ യജുർവേദി സമ്പ്രദായത്തിലുള്ള പീഠത്തിൻ്റെ അധിപനാക്കി മഠാധിപതിയാക്കുകയും പടിഞ്ഞാറ് ഗുജറാത്ത് സംസ്ഥാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം നിറഞ്ഞു തുളുങ്ങുന്ന സമുദ്രക്കരയിൽ സാമവേദത്തിന്റെ അടിസ്ഥാനത്തിൽ തത്വമസി എന്ന മഹാവാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് കാളികാ മഠം എന്ന മഠവും സ്ഥാപിച്ച് വടക്ക് 4 പുരികളിൽ ഒരു പുരിയായ ബദരീനാഥിലേക്ക് പോകുന്ന വഴിയിൽ 60 കിലോമീറ്റർ ദൂരെ ജ്യോതിർമഠം എന്ന പേരിൽ ഇന്ന് ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ജോഷി മഠ് എന്നറിയപ്പെടുന്ന ആ സന്നിധാനം 4-ാം വേദത്തിൻ്റെയും അടിസ്ഥാനമാക്കി 4 മഠങ്ങൾ സ്ഥാപിച്ച് പുരി, ഗിരി, തീർത്ഥ, വനം, സാഗരം എന്ന 10 സമ്പ്രദായത്തിൽ സന്യാസ ശേട്ടന്മാരെ വാർത്തെടുക്കാനും ട്രെയിൻ ചെയ്യിക്കാനും ബ്രഹ്മചാരികളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള സെന്ററുകൾ സ്ഥാപിച്ച കേരളീയനായ ജഗദ്ഗുരു ശങ്കരാചാര്യരെ നമ്മൾ മലയാളിയാണ് എന്ന അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിവുണ്ടാക്കി തന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ പരമ്പരയിൽ സന്യാസം സ്വീകരിച്ചിട്ടും അതിൻ്റെ സന്യാസം മാഹാത്മ്യം മനസ്സിലാക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനേകം സന്യാസ ശിഷ്യന്മാർ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ സമാജത്തിൻ്റെ ധർമ്മ സംരക്ഷണം, രാഷ്ട്ര സംരക്ഷണം, ഗോസംരക്ഷണം എന്ന 3 ലക്ഷ്യങ്ങളെ മനുഷ്യന്റെ ജന്മം ധർമ്മത്തെ സംരക്ഷിക്കാനും രാഷ്ട്രത്തെ സംരക്ഷിക്കാനും ഭാരതഭൂമിയായ ഗോവിനെ സംരക്ഷിക്കാനും ആണ് എന്ന് മനസ്സിലാക്കി തന്ന് ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരാണ്. പരമഹംസ പദവിയിൽ അദ്ദേഹം എത്തുന്നതിന് മുൻപ് ഈ 4 മഠങ്ങളും സ്ഥാപിച്ച് ഏതെങ്കിലും ഒരു മഠത്തിൽ ഹസ്താമലകാചാര്യൻ, സുരേശ്വരാചാര്യൻ, പത്മപാദ തോടകാചാര്യൻ എന്ന 4 മഠങ്ങളിലും കൂടുതൽ മാസങ്ങൾ താമസിച്ചാൽ അത് എന്തെങ്കിലും കാരണവശാൽ എക്സ്ട്രാ അറ്റാച്ച്മെന്റ് ആയിത്തീരുമോ എന്ന് സംശയാർത്ഥത്തിൽ 11ാമത്തെ സമ്പ്രദായമായ ഇന്ദ്ര സരസ്വതി എന്ന പേരിൽ മൂല ആമ്നായ പീഠം കാഞ്ചി മഠത്തിൽ ഇരുന്ന് സ്ഥാപിച്ച് ശ്രീചക്ര പ്രതിഷ്ഠ, മഹാമേരു പ്രതിഷ്ഠ നടത്തി ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ 11ാമത്തെ സമ്പ്രദായത്തെ ഉണ്ടാക്കി. അങ്ങനെ കിഴക്ക് പൂർവ ആമ്നായ പീഠം, തെക്ക്
ദക്ഷിണാംനായ പീഠം, പടിഞ്ഞാറ് പശ്ചിമാംനായ പീഠം, വടക്ക് ഉത്തരാംനായ പീഠം, അഞ്ചാമതായി മൂല ആംനായ പീഠം എന്ന കണക്കിൽ 5 മഠങ്ങൾ സ്ഥാപിച്ച് 11 സമ്പ്രദായങ്ങളെ ഉണ്ടാക്കിയതിന്റെ ബലമാണ് ഭാരതഭൂമിയിൽ 3 കോടി സന്യാസി ചേട്ടന്മാർ തന്റെ അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും നടത്തി ജീവിച്ചു വരുന്നത്. ശമതമ തപശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന സന്യാസിയുടെ പൂർണ്ണമായ ലക്ഷണം വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക, യാഗം നടത്തുക, യാഗം നടത്തിക്കുക, ദാനം വാങ്ങുക, ദാനം കൊടുക്കുക എന്ന 6 ധർമ്മങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഭാരതഭൂമിയെ വിശ്വഗുരുവാക്കി തീർക്കാൻ സന്യാസി ചേട്ടന്മാരുടെ പങ്കാണ് ജഗദ്ഗുരു ആദിശങ്കര ഭഗവത്പാദരുടെ ഈ കഥകളിൽ ആട്ടകഥ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായി കലാകാരന്മാർ തയ്യാറായതിന്റെ അടിസ്ഥാനം എന്ന് ഐ ആം പ്രൗഡ് ടു ഡിക്ലെയർ ആൻഡ് അനൗൺസ് ദാറ്റ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ ഈ ഭാരതഭൂമി എവിടെ നമ്മൾ പോയാലും, ഏത് നാട്ടിൽ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ, കഹാസെ ഹേ എന്ന് ചോദിക്കുമ്പോൾ, परशुराम क्षेत्र केरल से जगद्गुरु आदिशंकराचार्य के जन्म स्थान से എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അടക്കം നമ്മുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ സന്യാസത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു മകനും സന്യാസം സ്വീകരിക്കുന്നത് അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് എങ്ങനെയെങ്കിലും സന്യാസിയായി പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛനമ്മമാർ തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുതലക്കടവിൽ വെച്ച് ഭഗവാൻ ശങ്കരാചാര്യർ തൻ്റെ കൃത്യമായ നിഷ്ഠ വയസ്സിൽ തലേ ദിവസം സ്വപ്നദർശനം ഉണ്ടായി ഭഗവാൻ പരമേശ്വരൻ വന്ന്, ശങ്കര, നീ ഇവിടെ തന്നെ സംസാരത്തിൽ കുടുങ്ങേണ്ട വ്യക്തിയല്ല, പുറപ്പെടൂ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അമ്മയുടെ കൂടെ കുളിക്കാനായി ഇറങ്ങി വന്ന് മുതല കടിച്ച സന്നിധാനമാണ് മുതലക്കടവ് എന്ന് നാം ഓരോരുത്തരും മറക്കരുത്. അതുകൊണ്ട് ജഗദ്ഗുരു ആദിശങ്കരാചാര്യന്റെ പേരിൽ AD 820 സമാധിയായ അദ്ദേഹത്തിന്റെ പേരിലാണ് മലയാള വർഷം ആരംഭിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ തൃപ്പാദങ്ങളിൽ പുണർദം നക്ഷത്രത്തിൽ പഞ്ചമിയോടുകൂടി ജനിച്ച അദ്ദേഹത്തിൻ്റെ ഈ ജയന്തി ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ അതിൽ ഒരു ഭാഗവക്കായി അതിമനോഹരമായ കഥകളി നൃത്തം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അതിൻ്റെ ആട്ടകഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഈ മഹാത്മാക്കൾക്ക് ഗുരു പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സാധുദർശനം, സാധുദർശനം, സാധുദർശനം. സന്യാസ ശ്രേഷ്ഠന്മാരെ കണ്ടാൽ സർവപാപങ്ങളും അകന്നു പോകുന്നു എന്നതിൻ്റെ തത്വം ആദിശങ്കരാദ്വൈത അഖാഡ നടത്തിയ 2 കുംഭമേളകളിലും മുഴുവനായും സഹായ സഹകരണങ്ങളോടുകൂടി സഹകരിച്ച MLA സാറിനെ പ്രത്യേകം അനുമോദിച്ച് അഭിനന്ദിച്ച് മംഗളം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ കലാകാരന്മാരുടെ തൃപ്പാദങ്ങളിൽ പ്രണാമമായി സമർപ്പിക്കുന്നു. പ്രണാമം. ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അഗ്നിമേലെ
യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രത്നധാതമം ഹരി ഓം ഹരി ഓം ഓം ക്ഷേത്തോർജയത്വായവസ്തോപായവസ്ത ദേവോ വസ്സവിതാ പ്രാർപ്പയതു ശ്രേഷ്ഠതമായ കർമ്മണേ ഹരി ഓം ഹരി ഓം ഓം അഗ്ന ആയാഹി വീതയേ ഋണാനോ ഹവ്യദാതയേ നിഹോദാസത്സി ബർഹിഷി ഹരി ഓം ഹരി ഓം ഓം ശന്നോ ദേവീരവിഷ്ടയ ആവോ ഭവന്തു പീതയേ ശമ്യോ രവിസ്രവന്തു നഃ. അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ശ്രീ സുബിൻ കുമാർ, ഏറെ ആദരണീയനായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, ഒപ്പം വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന സന്യാസി വര്യന്മാരെ, ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഇതുപോലെയൊരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭം കുറിക്കുന്നത്. നമുക്കധികം സമയമില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇതിന് ശേഷം ഇവിടെ നമ്മുടെ അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരുടെ ഇവിടെ ആവിഷ്കാരമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചുരുങ്ങിയ യോഗമായതുകൊണ്ട് ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം മറ്റൊന്നുമല്ല, അദ്വൈത സിദ്ധാന്തത്തിന് പുനരാവിഷ്കാരം നൽകിയ, ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള പുനരാവിഷ്കാരം നൽകിയ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ആദിശങ്കരൻ്റെ ജയന്തിയോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നൂറ്റാണ്ടുകളായി ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ വേറൊരു പേരില്ല, അത് ആദിശങ്കരൻ തന്നെയാണ്. നൂറ്റാണ്ടുകളായി. ഇനി അത് എത്ര നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ആ ആദിശങ്കരൻ അദ്ദേഹം ജന്മം കൊണ്ടത് നമ്മുടെ ഈ നാടായിട്ടുള്ള കാലടിയിലാണ് എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ലോകം എത്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ജഗദ്ഗുരു ആദിശങ്കര അദ്വൈത പ്രതിഷ്ഠാൻ ട്രസ്റ്റ്, ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ആദിശങ്കരൻ്റെ സന്ദേശങ്ങൾ, ജീവിതം, അത് കൂടുതലായി ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കുവാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ശങ്കരാചാര്യരുടെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സന്തോഷപൂർവ്വം ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ജഗദ്ഗുരു ആദിശങ്കര അദ്വൈത പ്രതിഷ്ഠാൻ്റെ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഉദ്ഘാടകൻ റോജി എം ജോൺ സാറിനെ ട്രസ്റ്റിൻ്റെ പേരിലും ശ്രീരംഗം സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അനുഗ്രഹപ്രഭാഷണത്തിനായി എത്തിച്ചേർന്ന സാന്നിധ്യം തന്ന് നമ്മളെ അനുഗ്രഹിച്ച സ്വാമി ശ്രീമദ് പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അവരുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം സദസ്സിലിരിക്കുന്ന എല്ലാ സന്യാസിവര്യന്മാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്ന് ശ്രീ മനോജ് പുല്ലൂർ എഴുതി കലാമണ്ഡലം സാജൻ മാഷ് ചിട്ടപ്പെടുത്തിയ സൗന്ദര്യലഹരി എന്ന കഥകളി ആവിഷ്കാരം നടത്തുവാൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേരുന്നു. നന്ദി, നമസ്കാരം.